വീണ്ടും നമ്മൾ എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് വെർഷൻ തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങിയ ശേഷവും RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ തുടർച്ചയായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ഇന്ന് രാവിലെയും RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ സിനിമയുടെ ഡയറക്ടർ പൃഥ്വിരാജിനെതിരെ, അതുപോലെ തിരക്കഥാകൃത്ത് മുരളി ഗോപിക്കെതിരെയുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. എമ്പുരാൻ സിനിമയുടെ എഡിറ്റഡ് വെർഷൻ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷവും 5 ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓർഗനൈസറിൽ വന്ന ലേഖനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ക്രമീകരിച്ച് ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30, അതായത് എഡിറ്റഡ് വെർഷൻ തിയേറ്ററുകളിൽ ഓടിത്തുടങ്ങിയ ദിവസമാണ് ഇന്ന് ഓടിത്തുടങ്ങിയ ശേഷം രാവിലെ 7:30 എമ്പുരാൻ സ്റ്റിൽ ആൻറ്റി നാഷണൽ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഓഫ്, ഇൻവെസ്റ്റിഗേറ്റ് ദ പൃഥ്വിരാജ് മുരളി നെക്സസ്. അതായത് നിങ്ങൾ എത്ര എഡിറ്റ് ചെയ്തിട്ടും കാര്യമല്ല, ഇത് ആൻറ്റി നാഷണൽ സിനിമയാണ് എന്ന് RSSന്റെ മുഖപത്രത്തിൽ വീണ്ടും ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. RSSനെ ഇത്ര കണ്ട് ഈ സിനിമയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൊള്ളിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇത് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെന്നില്ല. അതിൽ ഒരു ഭാഗം RSS പറയുന്നത് കറക്റ്റാണ്. നിങ്ങളിത് എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഭാഗം കറക്റ്റാണ്. കാരണം വെച്ചാൽ എന്താണോ സിനിമയിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അത് എത്ര എഡിറ്റ് ചെയ്താലും അത് കൺവേ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഓൾറെഡി കൺവേ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പം പിന്നെ ആ ഭാഗം RSS പറയുന്നത് ശരിയാണ്. പിന്നെ പറയുന്നത് ആൻറ്റി നാഷണൽ, ആൻറ്റി ഹിന്ദു, ഇത് അവരെല്ലാ സംഘപരിവാരത്തെ എതിർക്കുന്ന ഏത് സംഗതിയെയും വിശേഷിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന 2 ടേമാണ് ആൻറ്റി നാഷണൽ ആൻഡ് ആൻറ്റി ഹിന്ദു. ദേശവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്നൊരു പരിഭ്രമമുണ്ട്. ആ ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു പരിഭ്രമമുണ്ട്. അതോടുകൂടി അവരടങ്ങിയിരിക്കും എന്നുള്ളൊരു തന്ത്രമാണിത്. അതിവിടെയും ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടിങ്ങനെ പൊള്ളുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2002 ഗുജറാത്ത് വംശഹത്യാ കാലവും ആ വംശഹത്യയ്ക്കിടെ ഉണ്ടായ കൊടിയ ക്രൂരതകളും വിവരിക്കുന്നുണ്ട് സിനിമയിൽ. 2002 കഴിഞ്ഞ് 2025 ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് 2002 ഗുജറാത്ത് വംശഹത്യാ ശ്രമം എന്നുള്ളത് ഒരു കേട്ടുകേൾവി മാത്രമാണ്. അല്ലെങ്കിൽ അതിൽ പല ആളുകൾക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അറിവില്ല. ഒരുപക്ഷെ അവരറിയാൻ ശ്രമിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം പുതിയ കാലമാണ്, പുതിയ സാഹചര്യമാണ്, പുതിയ സൗകര്യങ്ങളാണ്, പുതിയ ലോകമാണ്. അപ്പോൾ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, അറിയുന്ന പോലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കിത് അറിയാനുള്ളൊരു അവസരം ഉണ്ടായി എന്നുള്ളതൊരു പ്രശ്നമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്താ പറയുക, നമ്മുടെ വളരെ കുഞ്ഞായിരുന്നൊരു കാലമാണ് എന്ന് വിചാരിക്കുക. നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പിന്നീട് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴോ യുവാവായിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിരിച്ചറിവ് എത്തിയതിന് ശേഷം നമ്മൾ അറിയുന്നത് അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ, ഇതൊക്കെ കണ്ടും വായിച്ചും അറിഞ്ഞുമാണ് നമ്മൾ അറിയുന്നത്. അന്ന് എങ്ങനെയാണ് പൗരസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടത്, ആ പൗരസ്വാതന്ത്ര്യം ഹനിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ആളുകൾ എങ്ങനെയാണ് കൂട്ടത്തോടെ ജയിലിലടച്ചത്, ആളുകൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി തല്ലിക്കൊന്നത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ഉരുട്ടിക്കൊന്നത്, അതുപോലെ നിർബന്ധിത മദ്യകരണം എങ്ങനെയാണ് നടപ്പാക്കിയത്, ചേരികൾ എങ്ങനെയാണ് ഇടിച്ചു നിരത്തിയത്, ഇതൊക്കെ നമ്മൾ അറിയുന്നത് പിൽക്കാലത്ത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചും ലേഖനങ്ങൾ വായിച്ചും ഒക്കെ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികളൊക്കെ കണ്ടുമൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഈ ഗുജറാത്ത് വംശഹത്യാ ശ്രമത്തെക്കുറിച്ച് പരമാവധി ലിറ്ററേച്ചറൊക്കെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ സംഘപരിവാർ ഭരണകൂടവും സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഭരണകൂടവും അതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ശ്രമിച്ചു കാണും. അതിൻ്റെ ബാക്കിയാണല്ലോ ഇപ്പോൾ BBC ഒരു ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണല്ലോ. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റ് പുസ്തകങ്ങളൊക്കെ ഒരുപക്ഷെ വരും കാലത്ത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതായി മാറാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോക്സ് ഓഫീസ് സിനിമ കേരളത്തിലെ എന്താ പറയുക, ഒരു തട്ടുപൊളിപ്പൻ സിനിമയായിട്ട് ആളുകൾ എൻ്റർടൈനർ പോലെ കാണാൻ ഇടിച്ചു കയറുന്നൊരു സിനിമ ഈ വിഷയമായിട്ട് വരുന്നത്. അത് വന്നു, അത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്താണ് ഈ ഗുജറാത്ത് വംശഹത്യാ ശ്രമം എന്നുള്ളതും ഗോദ്രയിലെ ട്രെയിനിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ചും ഒക്കെ ഇത് സംസാരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ചെറുപ്പക്കാരാണ്, അവർ കാണുമ്പോൾ ഇതെന്താ സംഗതി, ഇത് നടന്നാണോ അല്ലയോ, അന്ന് എന്താ ഉണ്ടായത്, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ പല കഥകളും അവരുടെ മുമ്പിലേക്ക് വരും. ഈ വംശഹത്യാശ്രമത്തിൽ പങ്കെടുത്തത് വളരെ ആത്മാഭിമാനത്തോടെ വിവരിക്കുന്ന കൊടും സംഖ്യകളായിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ അവരുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ പലതും നാട്ടുകാരറിയും. ഈ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പം അത്
ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തതാണെങ്കിൽ പോലും ഇപ്പോൾ ഈ കുറേ ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞ് കുറേ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റി ചിലത് മ്യൂട്ട് ചെയ്ത് ഇതൊക്കെ ആണെങ്കിൽ പോലും ആ സിനിമയിൽ അതവിടെ ഉണ്ട്. അപ്പോൾ ഇനി കാണുമ്പോൾ പോലും ഇതെന്താണ് എന്നുള്ള ചോദ്യം അവിടെ വരും. അപ്പോൾ ഇത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അവരുടെ ഒരു രാഷ്ട്രീയ മൂലധനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംഗതി നാട്ടുകാരുടെ മുമ്പിൽ വേറൊരു നിലയ്ക്ക് അതിൻ്റെ വസ്തുതകളിലേക്ക് ആളുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് RSSനെ വല്ലാതെ പൊള്ളിക്കും. എങ്ങനെ പൊള്ളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് മാപ്പപേക്ഷ 8 തവണ എഴുതിയ വീര സവർക്കറുടെ കാര്യം, വീര എന്നുള്ളത് ഞാൻ സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, സവർക്കറുടെ കാര്യം ഇപ്പോഴും പറയുമ്പോൾ പോലും എങ്ങനെയാണോ അവർക്ക് പൊള്ളുന്നത് അതുപോലെ അവർക്ക് പൊള്ളും. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ RSSന്റെ മുഖപത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നിരന്തരം ലേഖന പരമ്പരക്ക് സ്പേസ് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ പാളയം ഇതിനായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ കണ്ടാൽ നമുക്കറിയാം, പൃഥ്വിരാജ് മുരളി ഗോപി നെക്സസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലത്തെ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ബാംഗ്ലൂരിൽ വെച്ച് RSSന്റെ വലിയ മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് അതിലും മോഹൻ ഭാഗവത് പറഞ്ഞത് RSS ഏറ്റവും നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലെ ശാഖകളുടെ എണ്ണവും കണക്കുകളൊക്കെ അനുസരിച്ച് അത് കുറേ യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ RSS ഏറ്റവും ശക്തമായി വളരുന്നിടത്തും അവിടെ നിന്ന് തന്നെ RSS ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് അവിടെ സ്പേസ് ഉണ്ടാകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഓർഗനൈസർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലേഖന പരമ്പര ഇത് RSSന്റെ കൃത്യമായ ഒരു കേരള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. നിശ്ചയമായിട്ടും ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണെന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വന്ന ലേഖനം നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആൻറ്റി നാഷണൽ, ആൻറ്റി ഹിന്ദു, ഒപ്പം ക്രിസ്ത്യാനിറ്റിയെ കൂടെ അതിൽ പരാമർശിക്കുന്നത്, അതായത് ക്രിസ്ത്യൻ സിംബൽസിനെ കൂടെ ആക്രമിക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായ ഒരു ജിഹാദി ഓപ്പറേഷനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ ലേഖനത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, നിങ്ങളുടെ മൗനം ഞങ്ങൾ അതിശയപ്പെടുന്നു പ്രത്യേകം ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താണോ ഇവിടെ ഈ RSSന് നമ്പർ ഓഫ് ശാഖ ഒരുപക്ഷെ കേരളത്തിൽ കൂടുതലായിരിക്കും, പ്രവർത്തകരും കൂടുതലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇതേവരെ BJPക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ RSSന് കിട്ടിയിട്ടില്ല. ആകെ എടുത്തു പറയാനുള്ളത് തൃശ്ശൂരത്തെ ഒരു ജയം മാത്രമാണ്. അത് തന്നെ പൂർണ്ണമായിട്ടും ഒരു BJP ജയമായിട്ട് അവർ തന്നെയും കാണുന്നില്ല. കാരണം അതിൽ ഫ്യൂൽ ചെയ്ത ഫാക്ടറായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അങ്ങനെയാണ്. പിന്നുണ്ടത് നേമത്തെ വിജയമാണ്, അതാണ് 2ാം തവണ അത് ഇല്ലാതാകുകയും ചെയ്തു. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ് അവർക്ക്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് ഈ സ്വാധീന ശക്തിയെ മാറ്റാൻ പറ്റാത്തതിൻ്റെ ഒരു ഖേദം തീർക്കാൻ അവർ കുറേ കാലമായിട്ട് ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുകയും അവരുടെ ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളെ നിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പണി. അതിൻ്റെ തുടർച്ച നമ്മൾ ഇതിനകത്ത് കാണാം. അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ലേഖനം വളരെ കൃത്യമാണ്. കാരണം മട്ടാഞ്ചേരി മാഫിയ, നാർക്കോട്ടിക് ജിഹാദ്, കേരളത്തിൽ വലിയ തോതിൽ ഇത് ലഹരി മരുന്ന് ഒഴുകുന്നു, അത് ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെ തുടർച്ചയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രൂപത്തിൽ ഈ എന്താ പറയുക ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ എതിർസ്ഥാനത്ത്, അല്ലെങ്കിൽ അവരുടെ ശത്രുസ്ഥാനത്ത് മുസ്ലിങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം വളരെ എവിഡൻ്റ് ആയിട്ട് ഇന്നത്തെ, അത് കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ്. പൊതുവിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ എന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അത് ക്രിസ്ത്യൻസിനെ കൂടെ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഇന്നത്തെ ലേഖനത്തിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാം. അപ്പോൾ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഇതാ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളതിനോടൊപ്പം കേരളത്തിൽ ഇത് കുറെ കൂടെ ഭംഗിയായിട്ട് വിൽക്കാൻ, അവരുടെ വിഷമിശ്രിതം കുറെ കൂടെ ഭംഗിയായിട്ട് വിൽക്കാൻ ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് കൂടെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം അവർ നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൃഷ്ടാക്കളായി നിൽക്കുന്ന 3 പേരുകൾ ഇവർക്ക് പ്രശ്നമാണ്. ഒന്ന് മോഹൻലാൽ, ഒന്ന് പൃഥ്വിരാജ് സുകുമാരൻ, ഒന്ന് മുരളി ഗോപി. ഇത് 3 ഹിന്ദു നാമങ്ങളാണ് എന്നുള്ളത് അവർക്കൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, ഇതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴിയാണ് ഇപ്പോൾ ഇന്നത്തെ ലേഖനത്തിൽ അത് ആ ഒരു എന്താ പറയുക അതിങ്ങനെ
ഇങ്ങനെ റൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പല ലേഖനങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ വന്നിട്ടുണ്ട്. മോഹൻലാലിനെ കുറച്ച് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. ഒരിടത്ത് മാത്രമാണ്, 1-2 സ്ഥലത്ത് മാത്രമാണ് മോഹൻലാലിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ പറയുന്നത് പൃഥ്വിരാജും മുരളി ഗോപിയെക്കുറിച്ച് മാത്രമാണ്. അതിൽ തന്നെ മുരളി ഗോപിയുടെ പാട്ട് കുറച്ച് കുറവാണ്, പൃഥ്വിരാജിൻ്റെ പാട്ടാണ് കൂടുതൽ. പൃഥ്വിരാജ് മുൻപ് എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ള, അതായത് ജനഗണമനയിലെ ഡയലോഗ്, ജനഗണമന എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ്, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയായിട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചത്, അഭിനയിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ അഭിനയിക്കാൻ തീരുമാനിച്ചത് എന്ന് തുടങ്ങി പല കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കിങ് പിൻ എന്ന് പറയുന്നത് പൃഥ്വിരാജാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നേരത്തെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി ഓർഗനൈസറിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് കൗതുകം തോന്നിയത്, എന്തുകൊണ്ടാണ് ഓർഗനൈസർ ഉസാമ ബിൻ ലാദനുമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ ആ താടിയും മുഖഛായൊക്കെ വെച്ചുകൊണ്ടൊരു ഛായ ഉണ്ടല്ലോ എന്ന് പറയാതിരുന്നത് എന്നുള്ള സന്ദേഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ വേറൊരു കാര്യം കൂടെ തോന്നി എനിക്ക്. പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയിൽ അവസാനത്തെ ഷോട്ടിൽ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ടു എന്ന് നവ്യ നായർ പറയുമ്പോൾ, അത് ശ്രീ ഗുരുവായൂരപ്പനെ നവ്യ നായർ കണ്ടു എന്നാണ് സങ്കല്പം, സിനിമയിലെ സങ്കല്പം അങ്ങനെയാണ്. കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് ആണ് നായകനായിട്ട്, പൃഥ്വിരാജ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൂടെ വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. അതായത് ദൈവനിഷേധം അന്നു മുതലേ ഉണ്ട് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹിന്ദു നിഷേധം അന്നു മുതലേ ഉണ്ട് എന്ന് വേണമെങ്കിൽ, എന്തുകൊണ്ടാണ് സംഘപരിവാറുകാർ അത് പറയാതിരുന്നതെന്ന് മാത്രമേ എനിക്ക് ആ ലേഖനം വായിച്ചപ്പോൾ സംശയം തോന്നിയുള്ളൂ. തുടർച്ചയായി ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ വ്യക്തി അധിക്ഷേപം അടക്കമുള്ള വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ പൃഥ്വിരാജിൻ്റെ ഭാര്യയെ പോലും അധിക്ഷേപിച്ച് പിന്നീട് മാപ്പ് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കാണുകയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ആ ലേഖനം അവസാനിക്കുന്നത് കുറേ ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് സ്ക്രിപ്റ്റ് എഴുതി ആദ്യം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻസർ ബോർഡ് ഒഴിവാക്കിയതിൽ എന്തൊക്കെ സീനുകൾ ഉണ്ടായിരുന്നു എന്നത് പുറത്തുവിടണം, ഇതിൽ കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്നുള്ള രൂപത്തിലൊക്കെ. അതുപോലെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുകയുണ്ടായി. ആടുജീവിതത്തിൽ ജോർദാനിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ആരൊക്കെയുമായി പൃഥ്വിരാജ് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ ചോദിക്കുന്നത്, ഈ സ്ക്രിപ്റ്റ് ഏതെങ്കിലും പുറത്തു നിന്നുള്ള ആളുകളുടെ സ്വാധീനം ഇതിലുണ്ടോ, അതുപോലെ തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇനിയൊരു ഈ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വെച്ചുള്ള അന്വേഷണങ്ങളൊക്കെ സാധ്യതയുണ്ടാവും. ഈ ചോദ്യങ്ങളിലൊന്നും ഒരു അന്വേഷണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം, അതുപോലെ സ്ക്രിപ്റ്റിന് ആരെങ്കിലും പുറത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ്, അതായത് ഇൻസ്റ്റിഗേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം, പിന്നെ എവിടെ നിന്നൊക്കെയാണ് ഇതിന് സഹായം കിട്ടിയിരുന്നത്, അതുപോലെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ ദേശവിരുദ്ധ ശക്തികളുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷണം ഉണ്ടാകുന്നത്. ഈ ചോദ്യങ്ങളൊന്നും അന്വേഷണത്തിന് വേണ്ടിയിട്ടല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയത്തിൻ്റെ നിഴലുണ്ടാക്കാനുള്ള ചോദ്യങ്ങളാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ് അവർ ഇപ്പോഴല്ല എടുക്കാൻ പോകുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനാരിയോ ക്രിയേറ്റ് ചെയ്യാണ്. എങ്ങനെയാണോ ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഇല്ലാ കഥ കൊണ്ട് ഏത് വിധത്തിലാണോ ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത്, എവിടേക്കാണോ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയത്, അതുപോലെയുള്ള ഇല്ലാ കഥകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അതിനപ്പുറം ഇതിനകത്തൊന്നും ഒരു കഥയില്ല. ഇതിൻ്റെ പുറകെയൊന്നും അന്വേഷണ ഏജൻസികൾ വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ലേഖനത്തിലെടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ റിപ്പോർട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ്റെ വീട്ടിൽ എക്സൈസുകാർ റെയ്ഡ് നടത്തിയപ്പോൾ മയക്കുമരുന്ന് പിടിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട് എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കുറേ സംശയത്തിൻ്റെ നിഴൽ. അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ ലഹരി മാഫിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, ചില സിനിമാ താരങ്ങളെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അതുപോലെയുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ. അതിനകത്തൊന്നും ഒരു കഥയില്ല. ഇതുപോലെ സംശയത്തിൻ്റെ നിഴലുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പണി RSS കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏതൊക്കെ കേസുകളിൽ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിസ്സാരമാണ്. ഇപ്പോൾ സംജോത എക്സ്പ്രസ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, ഇങ്ങനെ കുറേ ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നടത്തിയിട്ട് ഏത് വിഭാഗത്തിലാണ് നിസ്സാരം നിരപരാധികളുമായിട്ടുള്ള മനുഷ്യന്മാരുടെ പേരിൽ ഈ കേസ് ചുമത്തി സംശയത്തിൻ്റെ നിഴലുണ്ടാക്കിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പണി എടുക്കുക എന്നുള്ളത് അവരുടെ ഒരു പണിയാണ്, അവരുടെ ഒരു ജോലിയാണ്, അവരുടെ ഒരു രീതിയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വായിച്ചു കഴിയുമ്പോൾ ഈ ചോദ്യത്തിലൊക്കെ ഒരു കഴമ്പുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ തോന്നാം.
അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ 100 പേര് വായിക്കുമ്പോൾ ഒരാൾക്കേ ആ സംശയം തോന്നിയില്ലെങ്കിൽ ആ ഒരാൾ അവരുടെ ലാഭമാണ് എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ചിന്ത. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കി ഇപ്പോൾ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഈ വായ പോയ കോടാലി പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ കാര്യത്തിലൊക്കെ അതൊക്കെ ഒരു പരിസര മലിനീകരണം സൃഷ്ടിക്കുന്ന പണിയാണ്. അത് ലീഗലി അവർ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതി നടപടികളിലൂടെ പോവുകയോ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ നിൽക്കണം. ഇതും അത് വേണ്ടതാണ്. പക്ഷേ അതുണ്ടാക്കുന്നതിനേക്കാൾ വലിയ അപകടം ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കും. ഈ ചോദ്യങ്ങൾ അവിടെ കിടക്കും. ഈ ചോദ്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായനക്കാർക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, ഇമാതിരി ആളുകൾക്ക് കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ ബി ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾ നാളെ നിങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങളിത് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവരുടെ വീട്ടുകാരെ കുറ്റം പറയല്ല വേണ്ടത്, ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വേണ്ടത് എന്നുള്ള മെസ്സേജാണ് ആ കൊടുക്കുന്നത്. അപ്പോൾ ഈ പണി ഇതൊരു സിസ്റ്റമാറ്റിക് ജോലിയാണ് സത്യം പറഞ്ഞാൽ, അല്ലാതെ ഇത് വെറുതെ ചെയ്യുന്നതല്ല. ഇത് അവർക്കൊരു ഭീഷണിയാണ്. അതുപോലെ ആ ഭീഷണിയെ അവരൊരു അവസരമാക്കി എടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച ഇതിവിടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ. ഒരു ഭാഗത്ത് മലയാള സിനിമയിൽ നിന്ന് ലോകത്തോളം വളർന്ന് അറിയപ്പെടുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നു. അതിന് ലോകാടിസ്ഥാനത്തിൽ തന്നെ സ്വീകാര്യത കിട്ടുന്നു. ദിവസങ്ങളെ കൊണ്ട് തന്നെ 200 കോടിയിലധികം ക്ലബിൽ എമ്പുരാൻ കയറുന്നു. മറുഭാഗത്ത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച മലയാള സിനിമാ മേഖലയിലെ തന്നെ ഉന്നതരായ 2 വ്യക്തികൾക്കെതിരെ, 2 എന്നിപ്പോൾ പറയാം, കാരണം ഇപ്പോൾ 2 വ്യക്തികളുടെ പേരെടുത്തിട്ടാണല്ലോ നെക്സസ് പരിശോധിക്കണം എന്നൊക്കെ RSS പറയുന്നത്. ഓർഗനൈസർ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു. RSS തന്നെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഇവരെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളുമായി നിരന്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അവർക്കെതിരെ നിരന്തരം ബാക്ക്ലാഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ, ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോദ്ര തീവെപ്പ് കേസ്, ഇതൊക്കെ ഇവരുടെ സെർച്ച് ലിസ്റ്റിൽ വരുന്നു. ഇവരിതിനെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്നു. ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. മലയാളികൾ ഈ ഒരു സിറ്റുവേഷനെ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ്, ഐഡിയലായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്? മലയാളികൾ ഇത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പുതിയ കുട്ടികളും പുതിയ ആളുകളും ഇതറിയാത്ത ആളുകളൊക്കെ ഇതെന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തത്, എന്തായിരുന്നു ഈ ഹിഡൻ ക്യാം ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ, ഈ കേസുകൾക്ക് എന്താണ് സംഭവിച്ചത്, ഈ കേസുകളിൽ എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും അറിയാൻ ശ്രമിച്ചാൽ മതി. അപ്പം മനസ്സിലാവും എന്താണ് ഇവരുടെ റോൾ എന്നുള്ളത്. എങ്ങനെയാണ് ഗുജറാത്ത് വംശഹത്യാശ്രമം നടന്നത്, അതിന് തൊട്ട് പുറകെ എങ്ങനെയാണ് ഒരു 30ഓളം വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ ഗുജറാത്തിൽ അരങ്ങേറിയത്, ആ കൊലകളിൽ അന്ന് മരിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു, അവർക്കെതിരെ ചാർജസ് എന്തൊക്കെയായിരുന്നു, ആ കേസുകൾക്ക് എവിടെയാണ് എത്തിയത്, ആ ഏറ്റുമുട്ടൽ കൊലകളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിൽക്കാലത്ത് എന്താണ് പ്രതിഫലം കിട്ടിയത്, ഇതൊക്കെ അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ ഗോദ്ര കേസ് അന്വേഷിച്ച രാകേഷ് അസ്താന ഇന്ന് എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്ന് അന്വേഷിച്ചാൽ മതി. എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്യ ജഫ്രി കൊടുത്ത പരാതിന്മേൽ സുപ്രീം കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ തലവനായിരുന്ന മുൻ CBI ഡയറക്ടർ RK രാഘവൻ പിന്നീട് എവിടെയാണ് പോയതെന്ന് അന്വേഷിച്ചാൽ മതി. ഗുജറാത്ത് വംശഹത്യാശ്രമം ഉണ്ടായിരിക്കുമ്പോൾ കീ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് പോലീസിനെ നിർവീര്യമാക്കി കൊടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥർ, പലരും പേരെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അത്ര ഓർമ്മയില്ല, അവർക്കൊക്കെ എത്ര തവണ സർവീസ് നീട്ടി കിട്ടി, പിന്നീട് എത്ര പ്ലം പോസ്റ്റുകളിലാണ് അവർ റിട്ടയർമെൻറ്റിന് ശേഷം നിയമിക്കപ്പെട്ടതെന്ന് അന്വേഷിച്ചാൽ മതി. സത്യസന്ധമായി ജോലി ചെയ്യാൻ ശ്രമിച്ച രാകേഷ് ശർമ്മയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക്, രാകേഷ് ശർമ്മയാണോ പ്രദീപ് ശർമ്മയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർക്ക് പിന്നീട് സർവീസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി. അക്കാലത്ത് സർവീസിലുണ്ടായിരിക്കുകയും അക്കാലത്ത് ഈ പോലീസ് സേനയുടെ ഭാഗമായിരിക്കുകയും എന്നാൽ പിൽക്കാലത്ത് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പരസ്യമായിട്ട് പറയാൻ ശ്രമിക്കുകയും ചെയ്ത സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചതെന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ആളുകളത് മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സിലാവും ഏത് തരത്തിലാണ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തത്, ഏത് തരത്തിലാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നേതാക്കൾ, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന അമിത് ഷാ, രണ്ടുപേരെ എങ്ങനെയാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത് വായിച്ച ആളുകൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് എത്ര കാലം ഉണ്ടാവും എന്നാണ് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ചും ഈ പറയുന്ന ഭരണകൂടത്തെ സംബന്ധിച്ചും ഒരു പ്രശ്നമാണ്. അപ്പോൾ അവർ പരമാവധി ഇതിനെ പതുക്കെ എന്താ പറയുക വിസിബിൾ അല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് വിസിബിളാണ്. അതുകൊണ്ട് പുതിയ ആളുകൾ അത് പഠിക്കട്ടെ. അല്ലാതെ നമ്മൾ അവരെ മുൻധാരണയോടുകൂടെ ഇതിനകത്തേക്ക് നയിക്കണമെന്നില്ല. അവരുടെ മുമ്പിലുള്ള ഡീറ്റെയിൽസ് അവർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ സംഘപരിവാർ ഈ സിനിമയെ നമ്മൾ വിമർശിക്കുമ്പോൾ പറയുന്നത് കാശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങൾ വിമർശിച്ചില്ലേ, കേരള സ്റ്റോറി വന്നപ്പോൾ വിമർശിച്ചില്ലേ,
എന്നൊക്കെയാണ് വിമർശിക്കുന്നത്. അതിനെ വിമർശിക്കുന്നത് വെച്ചാൽ അതിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നല്ല, അല്ലാതെ അത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആരും ബഹളം കൂട്ടിയിട്ടില്ല. അത് ആ സംവിധായകൻ്റെ ഭാര്യ ആരും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല, അതൊന്നും ആരും ചെയ്തിട്ടില്ല. ഇത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിയിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുകൊണ്ട് ആ മനുഷ്യരത് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുപോലെ ചാവ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ സിനിമ ചിത്രീകരിച്ചതിനോ അത് പ്രദർശിപ്പിച്ചതിനോ ഇവിടെ ആരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത് ശരിയായില്ല, അല്ലെങ്കിൽ ചിത്രീകരിച്ചതോ പ്രദർശിപ്പിച്ചതോ ശരിയായില്ല എന്ന് പറഞ്ഞില്ല. ഇവിടെ അങ്ങനെയല്ലല്ലോ. എഡിറ്റ് ചെയ്താൽ പോലും ഇത് രാജ്യദ്രോഹമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നാട്ടുകാർക്ക് മനസ്സിലാവും. അതായത് ഒരു സിനിമയെ ഒരു ആർട്ട് വർക്കിനോട്, സിനിമ എന്നുള്ളതിനെ നമുക്ക് ജനറലി ഒരു ആർട്ട് വർക്ക് എന്നുള്ള നിലയിൽ എടുക്കുക, ഒരു കലാസൃഷ്ടിയോട് നിങ്ങൾ എങ്ങനെയാണ് ഈ ഭരണകൂടവും ഈ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സംഘപരിവാരവും റിയാക്ട് ചെയ്യുന്നത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. ഇപ്പോൾ പുതിയ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും മനസ്സിലാവും. അപ്പോൾ അതവർക്ക് ഈ സിസ്റ്റത്തെക്കുറിച്ചും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ മനോഭാവത്തെക്കുറിച്ചും ഒരു ധാരണ കൊടുക്കും. അത് വളരെ പോസിറ്റീവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇത്തരം കലാസൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാരായാലും അവരെ മാത്രമല്ല അവരുടെ ബന്ധുക്കളായ ആളുകളെ മുഴുവനും ആക്രമിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് എന്നും മനസ്സിലാവും. അതും വളരെ പോസിറ്റീവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. 2002 ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഗോദ്രയിലെ തീപിടുത്ത കേസ്, അതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ, അത് എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ ഇത്രയും വർഷമായി ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. 2002 ആ ഓർമ്മകൾ അതിങ്ങനെ വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് അത് അധികാരത്തിലിരിക്കുന്നവർക്ക് ഭീഷണിയാണ്. തങ്ങളുടെ പഴയ ചിത്രങ്ങൾ, തങ്ങളുടെ ആ നഗ്ന ചിത്രങ്ങൾ പുറത്താകുന്നത് അവർക്ക് ഭീഷണിയാണ്, തങ്ങളുടെ ഭരണകൂടത്തിന് ഭീഷണിയാണ് എന്ന വ്യക്തമായ ബോധമാണ് ഇന്ന് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ ആർട്ടിക്കിൾസ് പരമ്പരകളിലൂടെ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമ ആ ഓർമ്മയാണ് ഇവിടെ ഉയർത്തിവിട്ടിട്ടുള്ളത്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം RSSന് ഭീഷണിയാണ്. അതാണ് ഓർഗനൈസറിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.